ഹായ് കൂട്ടുകാരെ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഗുഡ് ഡേ ബിസ്ക്കറ്റ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാനിവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ നമ്മളടുത്തുള്ള ഒരു ഓവൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതുണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ടത് അണ്ടിപ്പരിപ്പും ബട്ടറുമാണ്. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു നുള്ളു അപ്പസോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഒന്നുകൂടി പൊടിച്ചു കൊണ്ടുവരാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിയണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരു തരി ഒന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ പൊടിക്കുക. ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ ഒറ്റ അടിക്ക് അടിക്കാൻ പാടില്ല. അത് എന്തെന്നാ, മിക്സിയുടെ ജാറ് ചൂടാവുമ്പോൾ പഞ്ചസാര ഇതും എല്ലാം പാടെ കട്ട പിടിക്കും. അതുകൊണ്ടാണ് നിർത്തി വേണം അടിക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ സാധനം വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ ഐസും കട്ടായിട്ടുള്ള ബട്ടർ എടുക്കരുത് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് നേരം ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് കട്ട പിടിച്ചിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതും കൂടി 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പൊടിച്ചു കൊണ്ടുവന്ന പഞ്ചസാര എല്ലാം ബട്ടറിൻ്റെ കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കാം. എന്നാൽ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്നും കുഴക്കരുത്. ഇങ്ങനെ എല്ലാം പാടെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. മിക്സാക്കി ഉരുട്ടിയെടുക്കാം. എല്ലാം നമുക്ക് വരണ്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ മാവ് കുഴച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കിനി ഈ ടേബിളിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മൈദപ്പൊടി ഇടുന്നത് കേട്ടോ. നമ്മൾ ഉരുട്ടി വെച്ച മാവ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു ബിസ്ക്കറ്റിൻ്റെ കനത്തിൽ പരത്തുക കേട്ടോ. ഈ വിള്ളൽ വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു ബിസ്ക്കറ്റിൻ്റെ കനത്തിൽ വേണം പരത്തി കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ കനത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റിൽ കണ്ടിട്ടില്ല മേലെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പിട്ടതൊക്കെ കുറച്ച് ഉള്ളിൽ പോയിക്കോളും. നമ്മൾ വെന്ത് വരുമ്പോൾ മേലെ ഊരി ചാടാതിരിക്കാനാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത് ഒന്നുകൂടി. ഇനി നമുക്ക് ഈ പാത്രം വെച്ചിട്ടാണ് ഞാൻ മുറിക്കുന്നത്. ഒന്നിങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇത് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ എടുത്ത് മാറ്റാം. ഇത് നമുക്കൊരു ചട്ടകം വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം. കൈ കൊണ്ട് എടുക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകുള്ളേ.
എല്ലാം അത് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ അതാക്കി എടുക്കാം. ഈ അടി മൂർച്ചയില്ലാത്ത പാത്രം വേണം ഇങ്ങനത്തത്. ഇത് പുട്ടും കുറ്റിയുടെ മൂടി കേട്ടോ. ഇത് വെച്ച് നമുക്ക് എല്ലാം അതിങ്ങനെ അമർത്തി കൊടുക്കാം. അവരൊക്കെ ചെയ്യുന്ന അത്ര സ്റ്റൈലിൽ കിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ കിട്ടും. അങ്ങനെ നമ്മളൊരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിതിൽ പരത്തി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് വേണം കത്തിക്കാൻ. ഇതൊന്ന് പരത്തി കൊടുക്കാം, കട്ടയൊക്കെ പിടിച്ചിട്ട്. നമുക്കിതിലൊരു റൗണ്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കത്തിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഓവന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഈ സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതിനി വല്ലാതെ കത്തിക്കാൻ പാടില്ല. ചെറിയ തീ വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടുകളിൽ ഇത്രയും വലിയ പാത്രങ്ങളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ തട്ട് വെച്ചിട്ട് അതിൽ വെച്ചാലും മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇറക്കി വെക്കാം. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം, ഒന്ന് ചൂടാറട്ടെ. ഇത് നല്ല ചൂടാറിയതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടെടുക്കുമ്പോൾ കൈ ഇങ്ങനെ പതിഞ്ഞ് വരും, പൊതപൊതാന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ചൂടൊക്കെ ആറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് എടുക്കാം. ഇത് കണ്ടില്ലേ നമ്മുടെ ബിസ്ക്കറ്റ്, ഇത് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇതാ കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റാണ് ഈ ബിസ്ക്കറ്റ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ.